ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, പൊലിമ പുതുക്കാടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പച്ചക്കറി തൈകൾ അയൽക്കൂട്ടങ്ങളിലും അതുപോലെ തന്നെ ബാലസഭകൾക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 3-4 മാസം മുമ്പ് ഇവിടെ പച്ചക്കറി നല്ല രീതിയിൽ ചെയ്തു. അതിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ബിന്ദു ചേച്ചി, അതുപോലെ തന്നെ ഇന്നത്തെ ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന കൊടകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുനിത, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിധി, ഏറ്റവും പ്രിയപ്പെട്ടവരെ, പൊലിമ പുതുക്കാട് എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ പുതുക്കാടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള MLA കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി 4 വർഷക്കാലം പിന്നിടുകയാണ്. 5ാമത്തെ വർഷത്തിലേക്ക് കടന്നു. എല്ലാ വർഷവും അതിൻ്റെ അവലോകന യോഗങ്ങൾ നടത്തി കുടുംബശ്രീകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കുടുംബശ്രീയുമായി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ മണ്ഡലത്തിനകത്ത് ശ്രദ്ധയാകർഷിക്കാൻ പറ്റാവുന്ന പദ്ധതിയായിട്ട് പൊലിമ പുതുക്കാട് മാറിയിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി നമ്മുടെ ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനകത്തും ഇവിടെ ഈ ചെമ്പുചിറ ബാലസഭയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി കൃഷി ഇറക്കി അതിൻ്റെ വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ്. ഈ വിളവെടുപ്പ് ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ ബിന്ദു ചേച്ചി പൊലിമ പുതുക്കാട് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറുതറ ചാച്ചാജി ബാലസഭയുടെ വിളവെടുപ്പ് ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ സുനിതയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയുള്ളൂ. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് അശ്വതി വിധിയാണ്. മാഡത്തിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ 24-ാം വാർഡിൻ്റെ വാർഡ് മെമ്പർ സാനിയേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ ചാച്ചാജി ബാലസഭയിലെ എല്ലാ കുട്ടികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ ബാലസഭയുടെ മഹിമ അയൽക്കൂട്ടം, ആ അയൽക്കൂട്ടത്തിലെ ഭാരവാഹികൾ, അംഗങ്ങൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ മുൻ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള PS പ്രശാന്തിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ബാലസഭയുടെ RP രമ്യയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയി ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ, ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ ചാച്ചാജിയുടെ കുഞ്ഞുമക്കൾ, എത്രയും പ്രിയപ്പെട്ടവർ. അപ്പോൾ നമ്മൾ പൊലിമ പുതുക്കാടിൻ്റെ ഭാഗമായിട്ട് കുട്ടി കർഷകരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാലസഭ കുട്ടികൾക്ക് വേണ്ടി ഒരു പച്ചക്കറി തോട്ടം നമ്മളിവിടെ ആരംഭിച്ചു. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കുട്ടികൾക്ക് കൃഷിയെ പരിചയപ്പെടാൻ, മണ്ണിനെ പരിചയപ്പെടാൻ, അവർക്ക് എന്താ പറയുക, കാർഷിക രംഗത്തേക്ക് ഒരു ചുവടുവെപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് പൊലിമ പുതുക്കാട്. നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്ക് വിത്ത് തൈകളൊക്കെ നമുക്ക് സൗജന്യമായി ലഭ്യമാക്കിക്കൊണ്ട് അതിനെ പരിപാലിച്ച് വിളവെടുത്ത് വിഷമില്ലാത്ത പച്ചക്കറി പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച് അതെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതൊരു ഉല്ലാസമായിക്കൊണ്ട് തന്നെ മണ്ണിനെ അറിയാനും ചെടിയെ അറിയാനും അതിനെ പരിപോഷിക്കാനുമുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് തന്നെയാണ് ശരിക്കും പൊലിമ പുതുക്കാട് മുന്നോട്ട് വയ്ക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മാതൃകാപരമായി പൊലിമ പുതുക്കാടിൻ്റെ വരും കാലഘട്ടങ്ങളിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയും ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇത് നല്ല രീതിയിൽ നമുക്കിവിടെ കൃഷി നടത്താനും അതിൻ്റെ വിളവെടുപ്പ് നടത്താനൊക്കെ സാധിച്ചു. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബശ്രീ പ്രവർത്തകർക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.